ജൂലൈ 27 വിശുദ്ധ പന്താലയോൻ രക്തസാക്ഷി. വലേരിയൂസ് മാക്സിമിയാനൂസ് ചക്രവർത്തിയുടെ ബിഷഗ്വരനായിരുന്നു പന്താലയോൻ. കൊട്ടാരത്തിലെ വിഗ്രഹാരാധനാസക്തിയെപ്പറ്റി കേട്ടുകേട്ട് പന്താലയോൻ ക്രിസ്തുമതം ഉപേക്ഷിച്ചു. ഇതറിഞ്ഞ് തീക്ഷ്ണമതിയായ ഹെർമോലാവൂസ് എന്ന ഒരു വൃദ്ധ പുരോഹിതൻ പന്താലയോനെ തന്റെ കുറ്റം ഗ്രഹിപ്പിക്കുകയും തിരുസഭയുടെ മടിയിലേക്ക് അയാളെ വീണ്ടും ആനയിക്കുകയും ചെയ്തു. പന്താലയോൻ രക്തസാക്ഷിത്വം കൊണ്ട് തന്റെ കുറ്റത്തിന് പരിഹാരം ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് നിക്കോമേദിയയിൽ 303 ഡയോക്ലീഷ്യന്റെ മതപീഡനം ആരംഭിച്ചത്. തന്റെ സമ്പാദ്യം മുഴുവൻ അദ്ദേഹം ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുത്തു. അധികം താമസിയാതെ ഇദ്ദേഹത്തെ ബന്ധനത്തിലാക്കി. കൂട്ടത്തിൽ ഹെർമലാവൂസും ഹെർമിപ്പൂസും ഹെർമോക്രാറ്റസും ബന്ധനസ്ഥരായി. കൂട്ടുകാരുടെ ശിരച്ഛേദനത്തിനു ശേഷം പന്താലയോന്റെ ശിരസും ഛേദിക്കപ്പെട്ടു. വിശുദ്ധ ലൂക്കായെ പോലെ വിശുദ്ധ പന്താലയോനും ബിഷഗ്വരന്മാരുടെ മധ്യസ്ഥനാണ്. വിചിന്തനം: വിശുദ്ധരോടുകൂടെ നിങ്ങളും വിശുദ്ധരായിരിക്കും, ദുർജനങ്ങളോടുകൂടെ നിങ്ങൾ ദുർജനങ്ങളുമാകും. പന്താലയോന്റെ മതത്യാഗവും മാനസാന്തരവും നമുക്ക് പാഠമായിരിക്കട്ടെ.